ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെയായി. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷമായിട്ട് കാണാം. സോ അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ഇവരുടെ അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. അപ്പാർട്ട്മെൻറ്റ് ഞാൻ കാണിച്ചു തരാവേ. ഇത് അവരുടെ തന്നെ കഫേ കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വെച്ചിട്ടാണേ. ഉള്ളത് തിരാന സിറ്റിക്കുള്ളിലാണ്. ഷോഡൻബർഗ് സ്ക്വയറിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ക്യാപ്പിച്ചിനോയും പിന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ഒരു ക്രൊസൻറ്റും ആയിരുന്നു നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തത്. നമുക്ക് ഫ്രഷ് ജ്യൂസ് വേണമെങ്കിൽ അവർ അത് തരുവേ. ഇതാണ് നമ്മൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഇവിടെ ഒരു നാരകമുണ്ട്, അടുത്തുണ്ടത് ഒരു നാരങ്ങയുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചായ കുടിക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ്. അപ്പോൾ നമുക്ക് അവർ ഇവിടെ എന്താ ഹാൻഡ് വാഷ് പിന്നെ ഷാംപൂ ഷവർ ജെല്ലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ജാക്കറ്റൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ സ്ട്രെയിറ്റ് വരുമ്പോൾ നമ്മൾ താമസിച്ച റൂമാണ്. ഇവിടെ ഡബിൾ ബെഡും ഉണ്ട്, ഒരു സിംഗിൾ ബെഡും ഉണ്ട്, പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്, വലിയ വാർഡ്രോബാണ്. പിന്നെ ഇവിടെ ചെറിയ ലൈറ്റ് ഉണ്ട്. പിന്നെ വേറെ വാർഡ്രോബ് ഇവിടെ ഉണ്ട്. അതിനകത്ത് നമുക്കൊരു വലിയ മിററൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു സിംഗിൾ ബെഡ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ AC ഉണ്ട്. ഇവിടെ നമുക്കൊരു കിച്ചണാണ് ഉള്ളത്. അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള വെസൽസ് ഉണ്ട്, പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്, പിന്നെ സ്റ്റൗ ഉണ്ട്, പിന്നെ ഒരു കെറ്റിലുണ്ട്. പിന്നെ അത് നമുക്ക് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു TV, ഒരു സോഫ, ഇത്രയാണ് അവിടെ ഉള്ളത്. നമ്മളിപ്പോൾ തിരാന സിറ്റിയുടെ ഉള്ളിലാണ്. മറ്റേ സ്കാൻഡർബർഗ് സ്ക്വയറിൻ്റെ ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിലാണ്. ഏകദേശം 700 മീറ്റർ 800 മീറ്ററിനുള്ളിലുള്ള ഒരു ബജാജ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കുറേ ഇതുണ്ട്, അവർക്ക് കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ന്യൂഡൽഹിയോ മുംബൈ അന്തേരി സിറ്റിയുടെ ഉള്ളിലൊക്കെ നമ്മൾ പോയ പോലത്തെ ഒരു ഫീലാണ്. മൊത്തം പാർക്കിങ്ങും അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകളും നിറച്ച ആൾക്കാരും. നോർമലി ഉള്ളൊരു യൂറോപ്യൻ ഒരു ഇതുപോലെ നമുക്ക് തോന്നില്ല ഇവിടെ. കാരണം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡ് പോലെ കറക്റ്റ് ഫീൽ ചെയ്യണം. കറക്റ്റ് അത് തിരക്കും ഇതും. പിന്നെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര വിഷയം ഇവിടെ. അപ്പോൾ നമ്മൾ ഇനി ആരെങ്കിലും ബുക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ പാർക്കിംഗ് ഒക്കെ ഉൾപ്പെടെ ഉള്ളത് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, അവരത് സെറ്റ് ചെയ്ത് തന്നു. ഇല്ലെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഇവിടെ പാർക്കിംഗ് സ്പോട്ടൊക്കെ ഇവർ ഓൾറെഡി ബുക്കാണ്. അപ്പോൾ അവർ വണ്ടി എടുത്താൽ തന്നെ അവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വച്ചിട്ടാണ് അവർ പോവാറ്. പിന്നെന്താണ് പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടും അടുത്തല്ല, സിറ്റിയുടെ ഉള്ളിലുള്ളതുകൊണ്ട്. നമ്മൾ പിന്നെ ഇവിടെ അധികം കറങ്ങി. ഇന്നലെ രാത്രി ജസ്റ്റ് ഒരു നൈറ്റ് വാക്കിന് പോയി. ഇന്ന് നമ്മൾ നേരെ സ്കോഡർ, അവിടെ നേരെ ഫുഡ് വേണമെങ്കിൽ അടുത്ത സ്റ്റേ അങ്ങോട്ട് പോകുമ്പോൾ മോഡിനെതിരെ ക്രോസ് ബോർഡർ കടന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പോകും. അപ്പോൾ പെർമിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങോട്ട് ചെല്ലുമ്പോൾ ബാക്കി അറിയാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. തിരാനയിലെ റോഡ് ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഭയങ്കര തിരക്കുമാണ് ഇവിടെ. കുറച്ചും കൂടെയൊക്കെ പോകുമ്പോൾ കുറച്ച് ബെറ്ററാണ് റോഡുകളൊക്കെ. പക്ഷെ ഇവിടെ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യയിലെ റോഡ് എങ്ങനെയാണ് അതേമാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് വണ്ടി ഓടിക്കുന്നത്. ചേട്ടനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് കേട്ടോ വണ്ടി ഓടിച്ചിട്ട്? റോഡൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് റോഡൊക്കെ? റോഡ് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടമാണ്. വളരെ ശോകമാണ് ഡ്രൈവിങ്ങും. ശോകം ഡ്രൈവിംഗ് കൾച്ചർ നമ്മുടെ ഇന്ത്യയെക്കാളും എത്ര ഉണ്ടെന്ന് പറയാം. ഇന്ത്യക്കാളും മോശമെന്ന് ഇടയ്ക്ക് തോന്നും. ഒരാൾ ഇൻഡിക്കേറ്ററൊന്നുമില്ല, സ്പീഡ് നോക്കണില്ല, ഒരു മര്യാദയില്ല, ആരും കിട്ടുന്നില്ല. നമ്മൾ ഇടിച്ചു കുത്തി കയറിയാൽ നമുക്ക്
ഗായ്സ് നമ്മുടെ നാട്ടിലെ മാതിരി ഇവിടെ ടോളുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് UK വന്നിട്ട് ഫസ്റ്റ് ടൈം ടോള് കാണുന്നത്. കുറച്ചിങ്ങ് ടൗൺ കഴിഞ്ഞ് കുറച്ചിങ്ങ് നീങ്ങി വന്നപ്പോഴത്തേക്കും റോഡൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ മലകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. നമുക്ക് സ്കോഡറിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.